നമസ്തേ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഏകാദശം 11-ാം അധ്യായം 4 വരെയല്ലേ എടുത്തത്, ഇനി 5 എടുക്കണേ? അതെ അതെ സാർ. ഏകാദശസ്കന്ധം അധ്യായം 11 ശ്ലോകം 5. അഥ ബദ്ധവ്യ മുക്തവ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദയോരേകധർമ്മിണീം. അഥ അനന്തരം ബദ്ധവ്യ മുക്തവ്യ വൈലക്ഷണ്യം, ബദ്ധന്റെയും മുക്തന്റെയും വൈലക്ഷണ്യം, ലക്ഷണത്തിന്റെ വ്യത്യസ്തമായ ഭാവം, ലക്ഷണഭേദം എന്ന് പറയാം. അതാണ് വൈലക്ഷണ്യം, വിലക്ഷണത ഉള്ളത്. ബദ്ധനൊന്ന് മുക്തനൊന്ന്, രണ്ടുപേരുടെയും ലക്ഷണം സെപ്പറേറ്റ് ആണ്, രണ്ടാണ്, ഭേദമുള്ളതാണ്. അതുകൊണ്ട് ബദ്ധവ്യ മുക്തവ്യ വൈലക്ഷണ്യം തേ വദാമി, ഞാൻ നിന്നോട് പറയാം. ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യസ്തതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിന്നോട് ഇതാ പറയാൻ പോകുന്നു. വിരുദ്ധധർമ്മിണോഹോ താത. താത എന്നുള്ളത് കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിലുള്ള സംബോധനയാണ്, അച്ഛൻ എന്നുള്ള അർത്ഥത്തിലല്ല. വിരുദ്ധധർമ്മിണോഹോ, ഇവര് വിരുദ്ധധർമ്മികളാണ് രണ്ടുപേരും. ബദ്ധനും മുക്തനും വിരുദ്ധധർമ്മികളാണ്. വിരോധം തോന്നിക്കുന്ന ധർമ്മത്തോടു കൂടിയവരാണ് രണ്ടുപേരും. അതാണ് വിരുദ്ധധർമ്മികളാണെന്ന് പറയാൻ കാരണം. അവയ്ക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ സ്ഥിതയോഹു ഏകധർമ്മിണി, രണ്ടുപേരും ഒരേ ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതും പറഞ്ഞുതരാം. അഗ്നിയും ജലവും വിരുദ്ധധർമ്മങ്ങളാണ്, അഗ്നിയും ജലവും. പക്ഷെ ഇത് രണ്ടും എന്റെയും ഒരിടത്തിരിക്കും. എവിടെയാണ്? സമുദ്രത്തിൽ. അഗ്നിയുണ്ട്, ജലവുമുണ്ട്. ഇതുപോലെ വിരുദ്ധധർമ്മങ്ങളായ രണ്ട് വസ്തുക്കൾ ഒന്നിച്ച് ഒരിടത്ത് ഇരിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ഭേദമാണ്, വൈലക്ഷണ്യമാണ്. അതും ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ജീവനും ഈശ്വരനും, അതാണ് ബദ്ധനും മുക്തനും എന്നുമ്പേ പറഞ്ഞു വെച്ചതാണ്. അവർ തമ്മിലുള്ള ഭേദം ഉപാധി കൊണ്ട് മാത്രമാണെന്ന് ഇതിനുമുമ്പുള്ള പല ശ്ലോകത്തിലും സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് ഭേദമുണ്ടാകുന്നത്. ജീവന്മാർക്ക് തമ്മിലാണ് ഭേദമുള്ളത്, അത് ഉപാധി ഭേദം കൊണ്ടാണ്. ജീവനും ഇന്നും ഈശ്വരനും തമ്മിലുള്ള ഭേദത്തെ ഇനിയും വിസ്തരിച്ച് കാണിക്കാൻ പോവാണ് 2 ശ്ലോകത്തിൽ. ഒരേ ശരീരത്തിലാണ് വിരുദ്ധധർമ്മികളായ രണ്ടുപേരും ഇരിക്കുന്നത്. ജീവനും ഈശ്വരനും ഒരേ ശരീരത്തിലിരിക്കും. ജീവാത്മാവും പരമാത്മാവും ഒരേ ശരീരത്തിൽ ഇരിക്കുകയാണ്. അവയ്ക്ക് തമ്മിൽ വിരുദ്ധതകളുണ്ട്. ഈശ്വരന്റെ ധർമ്മമല്ല ജീവന്റെ ധർമ്മം, ആത്മാവിന്റെ ധർമ്മമല്ല ജീവാത്മാവിന്റെ ധർമ്മം. ഇവയ്ക്ക് തമ്മിൽ വൈലക്ഷണ്യമുണ്ട്, വിരുദ്ധതയുണ്ട്, വ്യത്യസ്തതകളുണ്ട്. അത് രണ്ടും, ആ ഭേദം ഞാൻ നിന്നോട് പറയാം. രണ്ടുപേരും ഒരിടത്തിരിക്കും. ഏതാണ്? ഈ ഞാനെന്ന ഈ ശരീരത്തിൽ രണ്ടുപേരും ഉണ്ട്. അതെങ്ങനെ ഇരിക്കാൻ പറ്റും? അത് ഞാൻ നിന്നോട് വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് ഒരാമുഖത്തോടുകൂടി ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യസ്തതകൾ ലാക്ഷണികമായി നിർവചിക്കാൻ പോവാം. അഥ ബദ്ധവ്യ മുക്തവ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദാസ്ഥിതിയോരേകധർമ്മിണീം. അഥ ബദ്ധവ്യ മുക്തവ്യ വൈലക്ഷണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താദാസ്ഥിതിയോരേകധർമ്മിണീം.
കുപർണാവേതോ സദൃശോ ഫഖായോ യദൃച്ഛയേതോ കൃതനീടോ ച വൃക്ഷേ ഏകസ്തയോ ഘാതതി പിപ്പലാൻ നമന്യോ പിപ്പലന്നമന്യോ നിരന്നോപി ബലേന ഭൂയാൻ. ഈ ശ്ലോകം ഇങ്ങനെ നമ്മൾ ഉപനിഷത്തിൽ ധാരാളം പഠിച്ചാണ്. ദ്വാഫുപർണോ ഫൈജോ ഫുഖായോ സമാനം വൃക്ഷം വരഷഫജാതേ തയോരേക പിപ്പലം സ്വാദുദത്തി അനശ്നൻ അന്യോപി ചാകശീതി എന്ന് ഉപനിഷത്തിൽ പഠിച്ചതാണ്. അത് ഭാഗവത്തിൽ മറ്റു വിധത്തിൽ വാക്കുകൾ മാറ്റി പറയുന്നു മാത്രമേ ആശയം തന്നെ. സുപർണൗ ഏതൗ, നല്ല ചിറകുള്ള രണ്ടു പക്ഷികൾ. ഏതൗ രണ്ടുപേര്, സദൃശവും കാഴ്ചയിൽ സമാനരാണ്, ഒരു വ്യത്യാസമില്ല. ഫഖായവും ഫഖാക്കളാണ്. ഫഖാവ് എന്ന് വെച്ചാൽ സമാനമായ ഖ്യാതി ഉള്ളവരാണ് ഫഖാക്കൾ. സമാനമായ ഖ്യാതി ആർക്കാണോ ഉള്ളത് അവർ ഫഖാക്കളാണ്. എല്ലാ വിധത്തിലും ഇപ്പൊ കാഴ്ചയിലെ, അറിവിലെ, പഠിപ്പിലെ, ജോലിയിലെ, സ്വഭാവത്തിൽ ഇങ്ങനെ പലതിലും ഏകമായ ധർമ്മത്തിലിരിക്കുകയാണെങ്കിൽ അവരെയാണ് ഫഖാവ് എന്ന് വിളിക്കേണ്ടത്. ഇത് വേദങ്ങളിലും ഉപനിഷത്തിലും പുരാണത്തിലും ഒക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ച വാക്കാണ്. പക്ഷെ അതിനെ ഇന്ന് മാറ്റിയെടുത്ത് മറ്റൊരർത്ഥത്തിലേക്കാക്കി ഒരു കൂട്ടർ മാത്രം തങ്ങളുടെ വാക്കാണെന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് സാർവത്രികമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഫഖാവ് എന്നുള്ള വാക്ക്. സുപർണൗ ഏതൗ സദൃശൗ ഫഖായൗ യദൃച്ഛയാ ഏതൗ, യാദൃച്ഛികമായിട്ട് ഇവർ രണ്ടുപേരും കൃതനീടവും കൂടുണ്ടാക്കി, നീടം കൂട്, കൃതനീടോ കൂടുണ്ടാക്കിയിട്ട് ച വൃക്ഷേ വൃക്ഷത്തിൽ. ഈ രണ്ട് പക്ഷികൾ വന്ന് ഒരു വൃക്ഷത്തിൽ കൂടുണ്ടാക്കി. ഒരു വൃക്ഷത്തിൽ കൂടുണ്ടാക്കി രണ്ടുപേരും അതിൻ്റെ അതിരിക്കുകയാണ്. കൃതനീടൗ ച വൃക്ഷേ ഏകഃ തയോഹു ഘാതതി പിപ്പലന്നം. ഏകഃ ഒരുവൻ, തയോഹു ആ രണ്ടുപേരിൽ വെച്ച് ഒരാള്, തയോഹു ഏകഃ പിപ്പല അന്നം ഘാതതി, ആലിന്റെ പഴത്തെ കഴിക്കുന്നു. പിപ്പലം ആല്, അന്നം അതിന്റെ പഴമാണ്. പിപ്പല അന്നം ആലിൻ പഴത്തെ ഘാതതി തിന്നുന്നു. ഏകഃ തയോഹു ഘാതതി പിപ്പലന്നം അന്യോ മറ്റേ പക്ഷി നിരന്നോപി ഒന്നും കഴിക്കുന്നില്ലെങ്കിലും ബലേന ഭൂയാൻ കഴിക്കുന്ന പക്ഷിയേക്കാൾ കൂടുതൽ ബലമായിട്ട് അധികരിച്ച ബലത്തോടുകൂടി ശോഭിക്കും. ഒരു പക്ഷി ആലിന്റെ ഇല, ആലിന്റെ പഴം ധാരാളം കഴിച്ച് വിശപ്പൊക്കെ ഇടയ്ക്ക് സ്വസ്ഥനായിട്ടിരിക്കാം. മറ്റേ പക്ഷി ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ കഴിക്കുന്നില്ലെങ്കിലും ഈ കഴിച്ചു എന്ന് അഭിമാനിക്കുന്ന പക്ഷിയേക്കാൾ കൂടുതൽ ബലിഷ്ഠനാണ്. ഇത് ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷമാകുന്ന ശരീരത്തിൽ ഒരേ കൂട്ടിൽ ഇരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഇരുന്നാലും ഭൗതികമായ സുഖഭോഗങ്ങളും അനുഭവങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ ചെയ്യുന്ന ഓരോ തരം കർമ്മങ്ങളുടെ ഫലവും ഈ ജീവാത്മാവ് അനുഭവിക്കും. കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് സാക്ഷിയായിട്ട് നോക്കിയിരിക്കും. അത്ര ഒരു സുഖാനുഭൂതിയും അതിനുണ്ടാവില്ല. ഈ സുഖം അനുഭവിക്കുന്ന മുഴുവൻ ജീവാത്മാക്കളാണ്. പരമാത്മാവിന് ആനന്ദമേ ഉള്ളൂ, സുഖമല്ല. ജീവാത്മാവിനെ ആനന്ദിക്കാൻ ബാഹ്യമായ വസ്തുക്കൾ എന്തെങ്കിലും വേണം, എന്നാലേ സുഖിക്കാൻ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് ബാഹ്യമായ ചിത്രങ്ങൾ കാണണം, ചെവി കൊണ്ട് ബാഹ്യമായ ശബ്ദങ്ങൾ കേൾക്കണം, നാവ് കൊണ്ട് പുറത്തു നിന്നും ഭക്ഷണം അകത്തേക്ക് വയ്ക്കണം. എങ്കിൽ മാത്രമേ സുഖം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർഗതങ്ങളാണ്. ഇന്ദ്രിയാണി പരാഞ്ചി എന്നൊക്കെ കഠോപനിഷത്ത് പറയും. അത് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതിന് സമാധാനമുള്ളൂ.
പക്ഷെ പരമാത്മാവിന് ഇന്ദ്രിയവുമില്ല, മനസ്സുമില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. പക്ഷെ അത് ആനന്ദം അനുഭവിക്കുന്നു, ഒന്നും കഴിക്കാതെ. ഒരാൾ ബദ്ധൻ, ഒരാൾ മുക്തൻ. ജീവാത്മാവ് ബദ്ധനാണ്, പരമാത്മാവ് മുക്തനുമാണ്. അത് രണ്ടുപേരും വിരുദ്ധ ധർമ്മികളാണ്. ഒരാൾ കഴിക്കുന്നു, മറ്റൊരാൾ കഴിക്കുന്നില്ല. കഴിക്കുന്ന ആളിനേക്കാൾ ബലം കൂടുതലാണ് കഴിക്കാത്ത ആൾ. വിരുദ്ധ ധർമ്മികളാണ്, വൈലക്ഷണ്യമാണ് രണ്ടുപേർ. പക്ഷെ രണ്ടുപേരും ഒന്നിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നു. അതുകൊണ്ടാണ് വിരുദ്ധ ധർമ്മികളായ രണ്ടുപേരും ഏകധർമ്മമായ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരാൾ സുഖം അനുഭവിക്കുന്നു, മറ്റേയാൾ ആനന്ദം അനുഭവിക്കുന്നു. സുഖം ശാശ്വതമല്ല, സുഖദുഃഖങ്ങൾ മാറി മാറി വരും. ആനന്ദം അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് ആ പക്ഷി അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ആനന്ദമാണ്. ജീവേശ്വരന്മാരെ കാണിക്കാൻ ഉപനിഷത്ത് കോട്ട് ചെയ്യുന്ന സുന്ദരമായ ഉദാഹരണത്തെ തന്നെയാണ് ഭാഗവതവും ഇവിടെ കാണിച്ചിരിക്കുന്നത്. വൃക്ഷത്തിൽ നിന്നും ഈ പക്ഷികൾക്ക് വ്യത്യസ്തയില്ല. കാരണം ഈ വൃക്ഷത്തിൽ തന്നെയാണ് രണ്ടുപേരും ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലാണ് ദേഹമെന്ന വൃക്ഷത്തെയാണ് ജീവാത്മാവും പരമാത്മാവും ആശ്രയിച്ചിരിക്കുന്നത്. രണ്ടുപേരും വിലക്ഷണന്മാരുമാണ്. ജീവാത്മാവും വിലക്ഷണമാണ്, പരമാത്മാവുമാണ്. ആ രണ്ടിന്റെയും പ്രതീകമായ രണ്ട് പക്ഷികളും വിലക്ഷണ സ്വഭാവത്തോടു കൂടിയവരാണ്. ഒന്നിന് മറ്റേതിനോട് സാദൃശ്യം തോന്നിക്കും. സഖായവും സദൃശവും എന്ന് പറഞ്ഞതാണ്. ഒറ്റ കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ അവയുടെ ധർമ്മം വ്യത്യസ്തമാണ്. ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ കഴിക്കാതിരിക്കുന്നു. വ്യത്യസ്ത ധർമ്മമായി. ധർമ്മത്തിൽ നിന്നുണ്ട് ഈ വ്യത്യസ്തതയുണ്ടായത്. അതുകൊണ്ട് ജീവേശ്വരന്മാർക്കും ഈ വ്യത്യസ്തതയുണ്ട്. ഈ ഭേദവുമുണ്ട്, സാമ്യവുമുണ്ട്. ശരീരമാകുന്ന വൃക്ഷത്തില് ഹൃദയമാകുന്ന കൂട്ടിലിരിക്കുന്ന രണ്ടു പക്ഷികൾ. ശരീരമാകുന്ന വൃക്ഷം, ഹൃദയമാകുന്ന കൂട്. ഈ വൃക്ഷത്തിൽ ഒരു കൂട് കൂട്ടിയിട്ട് ആ കൂട്ടിലാണ് പക്ഷികളിരിക്കുന്നത്. യാദൃശ്ചികമായിട്ടാണ് വന്നത് ഈ രണ്ട് പക്ഷികൾ ഒന്നിച്ച്. അത് മായ കൊണ്ടാണ്. നമ്മളുടെയൊക്കെ ജന്മവും മായ തന്നെയാണ്. ജീവാത്മാവായി നമ്മൾ ഇവിടെ തുടരുന്നത് ഒരു മായയുടെ പിൻബലം കൊണ്ടാണ്. അതുകൊണ്ട് അവരിൽ ഒരാൾ ജീവൻ വൃക്ഷത്തിന്റെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും പ്രാരബ്ധവും സഞ്ചിതവുമായ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷി ആരിന്റെ കാ കഴിക്കുന്നു. ആ കാ കഴിച്ചു കഴിയുമ്പോൾ വയറ് നിറയുന്നു. അതിന്റെ പരിണതഫലമായി അതിൽ വിസർജനങ്ങൾ ധാരാളം ഉണ്ടാകും. അതൊക്കെ അത് ചെയ്യും, പിന്നെയും കഴിക്കും. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. കഴിക്കുമ്പോൾ സുഖമായി, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും, ദുഃഖമായി. ഇത് ഈ പക്ഷിക്കുണ്ട്. ആ പക്ഷി ജീവാത്മാവാണ്. ജീവാത്മാവ് അങ്ങനെയാണ്. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ അനുഭവങ്ങളും ബാഹ്യമായി കൈനീട്ടി വാങ്ങിച്ച് അനുഭവിക്കുന്നു. അതുകൊണ്ട് വരുന്ന പരിണത ഫലങ്ങൾ, രോഗങ്ങളായാലും വിശപ്പായാലും ഇതെല്ലാം എന്റെയും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഈശ്വരന് കർമ്മവുമില്ല, കർമ്മഫലങ്ങളുമില്ല, രണ്ടും അനുഭവിക്കത്തില്ല. എന്നാൽ ഇവിടില്ലേ ഉണ്ട്, അതിലിരിപ്പുണ്ട്. ഇതൊന്നും അനുഭവിക്കത്തില്ല. ജന്മാദികൾ ആർക്കില്ല? പരമാത്മാവിനില്ല. ജീവാത്മാവിനെ ഉള്ളൂ ജന്മാദികളായ ഷഡ്ഭാവം. അത് പരമാത്മാവിനില്ല. ഇതില്ലെങ്കിൽ പോലും ഈ പരമാത്മാവിന് ബലം കൂടുതലാണ് ജീവാത്മാവിനേക്കാൾ. എന്താ ബലം? ആനന്ദം എന്ന ബലം. സുഖമല്ല ബലം, ആനന്ദമാണ് ബലം. ആനന്ദോ വൈ ബലം. ആനന്ദം തന്നെയാണ് ബലം. അതുകൊണ്ട് ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ജീവന് കിട്ടുന്ന സുഖമാണ്
ഈശ്വരൻ പരമാനന്ദ സ്വരൂപനാണ്. സുഖസ്വരൂപൻ ഈശ്വരനെ കുറിച്ച് പറയാറില്ല. ഒരു പക്ഷി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേത് അനുഭവിക്കാതിരിക്കുന്നു, സാക്ഷിയായിട്ടിരിക്കുന്നു. ഇതാണ് ദ്വാസുപർണവും ഫൈജോ സഖായോ എന്ന് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പാടിപ്പോയിട്ടത്. എങ്ങനെയാണ് വിരുദ്ധ ധർമ്മികളായ രണ്ടുപേർ ഒരേ ധർമ്മത്തിൽ ഇരിക്കുന്നത്? ഒരേ സ്വഭാവമുള്ളവർക്ക് പോലും ഒരു വീട്ടിൽ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. ഇത് വിഭിന്ന സ്വഭാവക്കാരായ രണ്ടുപേർ ഒരു വീട്ടിൽ ശാന്തമായി ഇരിക്കുന്നു. ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ കഴിക്കാതിരിക്കുന്നു. തമ്മിലൊരു വഴക്കുമില്ല, അടിപിടിയില്ല, ഒന്നുമില്ല. ഇതുപോലെയാണ് ബദ്ധനും മുക്തനും എന്ന ജീവാത്മാവും പരമാത്മാവും ഒരേ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉദാഹരണം കൊണ്ട് കാണിച്ചു കൊടുത്തു. സുപർണാവേതൗ സദൃശോ സഖായോ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോഘാതതി വിപരന്നം അന്യോ നിരന്നോപി ബലേന ഭൂയൻ. സുപർണാവേതൗ സദൃശോ സഖായോ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോഘാതതി വിപരന്നം അന്യോ നിരന്നോപി ബലേന ഭൂയൻ. ആത്മാനമന്യം ച വേദവിദ്വാൻ അപിപ്പരാദോ നതു വിപ്പരാദ യോ വിദ്യയായുക്ഫതു നിത്യബദ്ധോ വിദ്യാമയോ യഹ്ഫതു നിത്യമുക്തം. ആത്മാനം അന്യം ച സഹ വേദ വിദ്വാൻ. ആത്മാവിനെയും അന്യ ആത്മാവല്ലാത്തതിനെയും വേദ അറിയുന്നു. വിദ്വാനായ അവൻ ആത്മാവിനെയും അറിയുന്നു, ആത്മാവല്ലാത്തതിനെയും അറിയുന്നു. ആത്മാനം അന്യം ച സഹ വേദ വിദ്വാൻ. സഹ വിദ്വാൻ, ആ വിദ്വാൻ ആത്മാവിനെയും അറിയും, ജീവാത്മാവിനെയും അറിയും. അപിപ്പലാദോ നതു പിപ്പലാദ. അപിപ്പലാദനാണ്, പിപ്പലം ഭക്ഷിക്കാത്തവൻ. പിപ്പലം അത്തീതി പിപ്പലാദ, പിപ്പലം ന അത്തീതി അപിപ്പലാദ. പിപ്പലം ആലിന്റെ പഴമാണ്, അത് കഴിക്കുന്നവനാണ് പിപ്പലാദൻ. ആദൻ എന്ന് വെച്ചാൽ കഴിക്കുന്നവൻ. അത്തീതി അധഹ. പിപ്പലം കഴിക്കുന്നവൻ പിപ്പലാദൻ, അത് കഴിക്കാത്തവൻ അപിപ്പലാദൻ. അപിപ്പലാദോ, ആ വിദ്വാൻ അപിപ്പലാദനാണ്. നതു പിപ്പലാദ, പിപ്പലം കഴിക്കുന്നവനല്ല. ആ പരമാത്മ ചൈതന്യം പരമാത്മാവിനെയും അറിയും, ജീവാത്മാവിനെയും അറിയും. അത് അഭിപ്പലാദനാണ്, പിപ്പലാദനെ അറിയുകയും ചെയ്യും. യോ അവിദ്യയായുക്ഫതു നിത്യബദ്ധു. ആരാണോ അവിദ്യയോട് ചേർന്നിരിക്കുന്നത്, അവിദ്യയാ യുക്ക്, യുക്ക് എന്ന് വെച്ചാൽ ചേർന്നിരിക്കുക, യുജ്യതേ. ഫതു, അവൻ നിത്യബദ്ധ, അവൻ നിത്യബദ്ധനാണ്. ബദ്ധൻ മാത്രമല്ല, നിത്യബദ്ധനാണ്. ബന്ധനത്തിന് കാരണം അവിദ്യ. മായ എന്ന അവിദ്യയാണ് ബന്ധനത്തിന് കാരണം. വിദ്യാമയോ യഹ, വിദ്യാമയനായ യാതൊരുവനാണോ സതു നിത്യമുക്ത, അവൻ നിത്യമുക്തനാണ്. ബദ്ധനും മുക്തനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യസ്തത ഇവിടെ തന്നെയാണ്. ഭക്ഷണമില്ലാതിരിക്കുന്നവന് അധികം ബലമുണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ ആ ബലം കിട്ടുന്നത്? ശരീരമാകുന്ന ആൽമരത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലമായ പഴം, സുഖദുഃഖങ്ങൾ അനുഭവിക്കാതിരിക്കുന്ന ഈശ്വരൻ തന്നെയും അറിയാം, കൂട്ടുകാരനായ ജീവനെയും അറിയാം, രണ്ടുപേരെയും അറിയാം. സർവജ്ഞനാണ് ഈശ്വരൻ, വിദ്യാസ്വരൂപനാണ് ഈശ്വരൻ, എല്ലാറ്റിനെയും അറിയുന്നവനാണ് ഈശ്വരൻ. അതേസമയത്ത് പഴങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവസ്വരൂപത്തിന് ജീവനെ മാത്രമേ അറിയൂ, പരമാത്മാവിനെ അറിയില്ല. കാരണം എന്താണ്? അവിദ്യയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്.
അവിദ്യ, ഈ മായയാണ് സംസാരം. അവിദ്യ എന്ന ഉപാധിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ജീവൻ അല്പജ്ഞനാണ്. തിരിച്ചൊക്കെ അറിയത്തുള്ളൂ. അറിഞ്ഞാൽ തന്നെ അപ്പം മറക്കുകയും ചെയ്യും. ഈശ്വരനെ കുറിച്ച് ഉള്ള അറിവ് വളരെ തുച്ഛമാണ്. ആ കിട്ടുന്ന അറിവ് അന്ന് തന്നെ മറക്കുകയും ചെയ്യും. അതാണ് ജീവന്റെ സ്വഭാവം. അത് ബദ്ധന്റെ സ്വഭാവമാണ്. അതേ സമയത്ത് മുക്തൻ എന്ന പരമാത്മാവ് വിദ്യാസ്വരൂപനാണ്. അതിനൊന്നിനോടും ഒട്ടലില്ല, ചേർച്ചയില്ല, ഒന്നിനോടും ചേർന്നിരിക്കില്ല, സ്വതന്ത്രനാണ്. അതുകൊണ്ട് അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയ ഈശ്വരൻ വിദ്യയാകുന്ന ഉപാധിയോട് ചേർന്നവനാണ് ഈശ്വരൻ. സർവജ്ഞനാണ്, സർവേശ്വരനാണ്. ജീവൻ അല്പജ്ഞനാണ്, അവിദ്യയോട് കൂടി ചേർന്നവനാണ്. ഒരാൾ ആനന്ദം അനുഭവിക്കുന്നു, മറ്റൊരാൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇത് തന്നെയാണ് ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യസ്തത, തമ്മിലുള്ള ഭേദം അത് തന്നെയാണ്. അതുകൊണ്ട് സർവസാക്ഷിയായ ഈശ്വരൻ ബലവാനാണ്, സർവേശ്വരനാണ്, ബലവാനാണ്. ഭക്ഷണം കഴിച്ചിട്ട് ബലം ഉണ്ടാക്കുന്നവനല്ല, വിദ്യ കൊണ്ട് ബലം ഉണ്ടാക്കുന്നത്. വിദ്യ കൊണ്ടാണ് ബലം ഉണ്ടാകുന്നത്. മറ്റേ ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്നത് ശരീരത്തിന് ബലമാണ്. വിദ്യ കൊണ്ട് ആത്മബലം ഉണ്ടാകും. ആത്മബലം ഉണ്ടായാൽ എന്തിനേയും നേരിടാനുള്ള കരുത്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിരമായി ഇരിക്കുന്നവനാണ്. ഈശ്വരന് ശരീരവുമായി ഒരു ബന്ധവുമില്ല, ബന്ധനവുമില്ല. നിത്യമുക്തനാണ് പരമാത്മസ്വരൂപനായ ഈശ്വരൻ. അതേസമയത്ത് ജീവാത്മഭാവം ഉള്ളവനായ ഈ ജീവാത്മാവ് ബദ്ധനാണ്. എന്നിങ്ങനെ ബദ്ധനും മുക്തനും തമ്മിലുള്ള വ്യത്യസ്തതകൾ വിസ്തരിച്ച് ഉപന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു വിപ്പലാദം യോ വിദ്യയായുക്ഫതു നിത്യബദ്ധോ വിദ്യാമയോ യഫതു നിത്യമുക്ത. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു വിപ്പലാദം യോ വിദ്യയായുക്ഫതു നിത്യബദ്ധോ വിദ്യാമയോ യഫതു നിത്യമുക്താം. ദേഹസ്ഥോ വിന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാദ് യഥോദ്ധിതാം അദേഹസ്ഥോ വിദേഹസ്ഥ കുമതേ സ്വപ്നദൃക് യഥാം. ദേഹസ്ഥ അപി, ദേഹത്തിലിരിക്കുന്നവനാണ് എങ്കിലും ന ദേഹസ്ഥ, ദേഹസ്ഥനാണ്. ദേഹത്തിൽ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ദേഹത്തിന്റെ ഒരു സ്വഭാവവും ആ പരമാത്മാവില്ല. ശരീരത്തിലാ ഇരിക്കുന്നേ. ചേമ്പിലയിലെ വെള്ളം പോലെ അത് പറ്റില്ല. ദേഹസ്ഥോപിത ദേഹസ്ഥോ വിദ്വാൻ, വിദ്വാൻ അറിയുന്നവനാണ്. സ്വപ്നാത് യഥാ ഉദ്ധിത, സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ ദേഹസ്ഥൻ ആണെങ്കിൽ പോലും ദേഹസ്ഥനല്ല. ജീവേശ്വര ഭേദം കാണിച്ചതിന് ശേഷം ജീവന്മാർക്ക് തമ്മിലുള്ള ഭേദം പറയാം. മുമ്പത്തെ 2 ശ്ലോകം കൊണ്ട് ജീവേശ്വര ഭേദം ദ്വാ സുവർണവും എന്നുള്ള ആ പക്ഷികളുടെ ഉപമാനം കൊണ്ട് ഈശ്വരനും ജീവനും തമ്മിലുള്ള ഭേദം. ഇനി ജീവന്മാർ തമ്മിൽ ഭേദമുണ്ട്. ജീവാത്മാക്കൾ തമ്മിൽ വ്യത്യസ്തരാണ്. അത് പറയാൻ ഒരു 10 ശ്ലോകം ഉപയോഗിക്കാൻ നീതി മുതൽ. ഓരോ ശ്ലോകത്തിലും ഈ ഭേദമാണ് അവർ പ്രകടമായി കാണിക്കുന്നത്. ഈ ദേഹത്തിലിരിക്കുന്ന പരമാത്മാവ് വിദ്വാനാണ്. വിദ്വാൻ എന്ന് വെച്ചാൽ അറിവുള്ളവൻ. എന്തറിവാണ്? വേദങ്ങള്, ഉപനിഷത്തുകള്, ശാസ്ത്രങ്ങള്, ഇതെല്ലാം കൊണ്ട്, സത്സംഗം കൊണ്ടും സജ്ജനുള്ള സമ്പർക്കം കൊണ്ടും ഒക്കെ
ആത്മതത്വം ശരിക്കറിഞ്ഞവനെയാണ് വിദ്വാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ വിദ്വാനായ പരമാത്മ സ്വരൂപം ചൈതന്യം യാദൃച്ഛികമായി സംസ്കാരം കൊണ്ട് ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും ഞാൻ ദേഹത്തിൽ ഇരിക്കുന്നവനാണെന്ന് അഭിമാനം ഇല്ല. സ്വപ്നാത് യഥോത്ഥിത, ഉറക്കം തീർന്നവൻ സ്വപ്നകാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ മുമ്പ് കണ്ട സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിലും സ്വപ്നം കാണുമ്പോൾ ഉണ്ടായിരുന്ന സുഖ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വപ്നം കണ്ട് ഉറങ്ങി ഉണർന്ന് എഴുന്നേറ്റിരുന്ന് ഇന്നലെ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഇതൊക്കെയായിരുന്നു കണ്ടത്, ഭയാനകമായ ദൃശ്യങ്ങൾ, പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇതൊക്കെ കണ്ട് സ്വപ്നത്തിൽ വിളിച്ചു കൂവി അതൊക്കെ ചെയ്തതാണ്. പക്ഷേ ഉണർന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയില്ല, ഭയമില്ല. സ്വപ്നത്തിൽ മാത്രമേ അതുള്ളൂ. സ്വപ്നം കാണുമ്പോഴേ ഉള്ളൂ ഈ ഭയം. സ്വപ്നത്തെക്കുറിച്ച് വിചാരിച്ചാൽ എന്തില്ല, ഭയമില്ല. ഇതുപോലെ പരമാത്മാവിനെ, ഈ ജീവാത്മാവിന്റെ പ്രകൃതികളെ കുറിച്ച് ആലോചിക്കത്തേ ഉള്ളൂ, ഫലമില്ല. അതുകൊണ്ട് ഭയവുമില്ല. ഇതാണ് പരമാത്മാവിനെ ബാധിക്കാത്തത്. ജീവാത്മാവിനെ ബാധിക്കുന്നത് അത് അനുഭവിക്കുന്നതുകൊണ്ടാണ്, മറ്റത് സാക്ഷിയാണ്. ഈ ഒരു വ്യത്യസ്തത ഇവർക്ക് തമ്മിലുണ്ട്. സ്വപ്നം കണ്ടു കഴിഞ്ഞാലും സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. പക്ഷെ ആലോചിച്ചാൽ ആ സമയം സ്വപ്നത്തിന് അനുഭവം കിട്ടില്ല. ആ സ്വപ്നത്തെ കുറിച്ചുള്ള മോഹങ്ങളോ ചിന്തകളോ അനുഭവങ്ങളോ ഒന്നും പിന്നുണ്ടാവാറില്ല. ഇതിൽ നിന്നും ഉണർന്നു വരുന്ന ഒരു വിദ്വാൻ സംസാരത്തിൽ നിന്നും അനുഭവിക്കുന്ന ദുഃഖം ഉണ്ടാകുകയില്ല. അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തില്ല, ഈ ദുഃഖമില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്നാണെങ്കിൽ പോലും ഇതറിയില്ല. ഉണർന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ എനിക്ക് തലവേദനയായിരുന്നു, വയറുവേദനയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ അറിവില്ലാത്ത ഒരാൾ ദേഹത്തിൽ ഇരിക്കുന്നവന് ആണ് എങ്കിലും ആ ദേഹാഭിമാനം ഉണ്ടായി വിഷയാസക്തനായിട്ട് ദേഹത്തിന്റെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മോഹിതനായി അവിദ്വാനായി മോഹവലയത്തിൽ അകപ്പെട്ട് അജ്ഞാനത്തിൽ അധിഷ്ഠിതനായി ദേഹത്തിലിരിക്കുന്ന ഒരു ചൈതന്യമാണ് ജീവൻ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് സ്വപ്നത്തെ അനുഭവം അയാൾക്കുള്ളത്. അത് അപ്പോൾ സുഖദുഃഖവുമായിട്ട് ബന്ധപ്പെടും, പിന്നില്ല. നിദ്രാദോഷം കൊണ്ടാണ് ഈ പരമാർത്ഥമായ ജ്ഞാനം അപ്പോൾ ഇല്ലാതെ വരുന്നത്. സ്വപ്നാവസ്ഥയ്ക്ക് അധീനരായി കഴിഞ്ഞാൽ ഈ സന്തോഷമോ ദുഃഖമോ ഒക്കെ എന്തെയും അപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കും സ്വപ്നത്തിൽ. ഇതാണ് അജ്ഞാനിക്ക് ബന്ധനം ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ജീവികൾ വെച്ച് അറിവുള്ളവരെ മുക്തനും അറിവില്ലാത്തവർ ബദ്ധനും. ജീവികളിൽ പോലും ബദ്ധനും മുക്തനുമുണ്ട്. ഓരോ ജീവാത്മാക്കളിലും ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. ജീവാത്മാക്കളിൽ തന്നെ ബദ്ധനും മുക്തനും ഉണ്ട്. ജീവാത്മാക്കൾ ബദ്ധനായിരിക്കുന്നവൻ സംസാരത്തിൽ അകപ്പെട്ട് കഴിയുന്നവനാണ്. അതിൽ നിന്നും ഉണർന്ന് മാറി നിൽക്കുന്നവൻ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ബദ്ധനാണ്. സ്വപ്നത്തിൽ നിന്നും ഉണർന്നു മാറി നിൽക്കുന്നവൻ മുക്തനുമാണ്. അങ്ങനെ ജീവാത്മാക്കൾ തന്നെ ബദ്ധൻ മുക്തൻ എന്നുള്ള രണ്ട് ഭേദങ്ങൾ അതിൽ തന്നെയുണ്ട്. ദേഹസ്ഥോപിന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാൻ യഥോത്ഥിതാം അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥാം
ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാത് യഥോദ്ധിത അദേഹസ്ഥോപി ദേഹസ്ഥകുമതി സ്വപ്നദർഗ്യഥാം. ഇന്ദ്രിയാർത്ഥേഷു ഗുണേരപി ഗുണേഷു ചാം ഗൃഹ്യമാണേഷ്വഹം കുര്യാൻ ന വിദ്വാൻ യസ്ത്വവിക്രിയാം. ഇന്ദ്രിയൈഹി ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയ അർത്ഥങ്ങൾ വിഷയങ്ങളില് ഇന്ദ്രിയേഹി ഇന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ഗുണങ്ങളായ ഗുണകാര്യങ്ങളുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും അതാതിന്റെ ഗുണം അതാത് ഇന്ദ്രിയങ്ങൾക്ക് കൂടെയുണ്ട്. കണ്ണിന്റെ ഗുണം കാഴ്ച കൊടുക്കുക എന്നുള്ളത്, ചെവിയുടെ ഗുണം കേൾപ്പിക്കുക എന്നുള്ളത്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ ഗുണേഷു ഇന്ദ്രിയാർത്ഥേഷു ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്ദ്രിയ അർത്ഥങ്ങൾ, കാര്യങ്ങൾ, വിഷയങ്ങളിൽ ഗൃഹ്യമാണേഷു സ്വീകരിക്കുമ്പോൾ അഹം കുര്യാത് ഞാൻ ചെയ്യുന്നുവെന്നും ന വിദ്വാൻ യസ്തു അവിക്രിയ നാഹം കുര്യാത് ഞാൻ ചെയ്യുന്നില്ല എന്നും യാതൊരുത്തനാണോ വികാരഭേദമില്ലാതിരിക്കുന്നത് അവൻ മുക്തനാണ്. ചെയ്യുന്നു വിചാരിക്കുന്നവൻ ബദ്ധൻ. ഒരാളിൽ തന്നെ ഈ 2 ഭേദം, ബദ്ധനുണ്ട്, മുക്തനുണ്ട്. കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണും, ചിത്രങ്ങൾ കാണുന്നു. കണ്ണ് ഇന്ദ്രിയമാണ്, ഇന്ദ്രിയത്തിന്റെ ഗുണമാണ് കാഴ്ച. ആ ഗുണത്തോടു കൂടിയ കണ്ണ് ചിത്രമെന്ന വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അത് അനുഭവിക്കുന്നു. ഗുണങ്ങളെ കൊണ്ട്, ഗുണങ്ങളുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളിൽ ഗൃഹ്യമാണേഷു സ്വീകരിക്കുമ്പോൾ അഹം പശ്യാമി ഞാൻ കാണുന്നുവെന്ന് അനുഭവം. കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണിന് കാഴ്ച ശക്തി ഗുണമുള്ളത് കൊണ്ടാണ്, അതില്ലെങ്കിൽ കാണാൻ പറ്റില്ല. കണ്ണുണ്ട്, കാണുന്നില്ലെങ്കിലോ കണ്ണാടി വെച്ചിട്ട് കാണാൻ മേല. കാഴ്ച ശക്തി കുറഞ്ഞ് ഇല്ലാതായ നഷ്ടപ്പെട്ടാലും കണ്ണ് തന്നെയാണ്. കണ്ണല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഛിന്നപുച്ഛേ ശുനി സ്വത്വ വ്യവഹാരവത്. വാല് മുറിഞ്ഞു പോയാലും പട്ടിയെ പട്ടിയെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാഴ്ച ഇല്ലെങ്കിലും കണ്ണിനെ കണ്ണെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഗുണേഹി ഇന്ദ്രിയേഹി എന്ന് പറഞ്ഞത്. കാഴ്ച ശക്തിയുള്ള ഇന്ദ്രിയമായ കണ്ണുകൊണ്ട് ഗുണങ്ങൾ ഉള്ള വിഷയങ്ങളിലേക്ക്, ചിത്രത്തിന് വർണ്ണങ്ങളാകുന്ന ഗുണങ്ങൾ അതിലുണ്ട്. ആ വർണ്ണങ്ങളാകുന്ന ഗുണങ്ങളുള്ള ചിത്രത്തെ സ്വീകരിക്കുമ്പോൾ അഹം കുര്യാത് ഞാൻ കാണുന്നു എന്ന് സ്വയം അഭിമാനിക്കും. ഇത് ജീവാത്മാവിലുള്ള ബദ്ധന്റെ സ്വഭാവമാണ്. ഇനിയും അറിവുള്ളവനാകട്ടെ വിദ്വാന്യഹ തു അവിക്രിയ. ഇത് അറിവുള്ള ഒരാൾ ആണെങ്കിൽ അയാൾ ഈ വക പ്രവൃത്തികൾ ഞാൻ നടത്തുന്നു എന്ന് നിശ്ചയിക്കത്തില്ല, പറയത്തുമില്ല. ഞാൻ കാണുന്നു എന്ന് അയാൾ പറയില്ല. അറിവില്ലാത്തവരാണ് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ പോകുന്നു, ഞാൻ വരുന്നു എന്ന് പറയുന്നത്. അറിവുള്ളവൻ അത് വേണ്ട, കേൾക്കുന്നു, കാണുന്നു, വരുന്നു, പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. കേൾക്കുന്നു വെച്ചാൽ ഞാൻ കേൾക്കുന്നു കിട്ടിക്കോളൂ. അതിനുകൂടി ഞാൻ വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അത് അഭിമാനത്തെ സൂചിപ്പിക്കാൻ. നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എല്ലാ പ്രവൃത്തിയിലും ഞാൻ ചേർത്തേ പറയുള്ളൂ.
ഞാൻ എഴുന്നേറ്റു, ഞാൻ കാപ്പുടിച്ചു, ഞാൻ കുളിച്ചു, ഞാൻ അമ്പലത്തിൽ പോയി, ഞാൻ ജോലിക്ക് പോയി, ഞാൻ വണ്ടിയിൽ കയറി, ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ വഴക്കുണ്ടാക്കി, ഞാൻ കരഞ്ഞു, ഞാൻ തല്ലി, ഞാൻ തല്ലുകൊണ്ടു, ഒക്കെ ഞാൻ ചേർത്ത കളി. അത് അഭിമാനത്തിന്റെ സൂചകം. ഈ ഞാനെ മാറ്റിക്കഴിഞ്ഞാൽ കാണുന്നു, എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, കാപ്പി കഴിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, തല്ലുണ്ടാക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു ഒക്കെ പറഞ്ഞാൽ അവിടെ അഭിമാനമില്ലാതെ കണ്ട് ഈ പ്രവൃത്തിയൊക്കെ അത് മുക്തനാണ്. മറ്റത് ബദ്ധനം. ഒരാളിൽ തന്നെ രണ്ടുപേരും സ്ഥിതി ചെയ്യുന്നു. കർത്തൃത്വമില്ലാതെ എന്ന് വേദാന്ത ഭാഷയിൽ പറയും. താൻ ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് തനിക്ക് അതിൽ കർത്തൃത്വമില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവന ഇല്ല. ഒന്നിനെക്കുറിച്ചും ആഗ്രഹമില്ലാത്തതുകൊണ്ട് വികാരഭേദങ്ങളും ഇല്ല. അതുകൊണ്ട് അവിക്രിയ യഹത്തു വിദ്വാൻ, വികാരങ്ങളില്ലാത്തവനായ യാതൊരുവനാണോ അവനാണ് വിദ്വാൻ. അതുകൊണ്ട് അഹങ്കാരവും അഭിമാനവും വികാരവും ഇല്ലാതിരിക്കുന്നത് മുക്തൻ ലക്ഷണം. ഇതുള്ളവൻ ബദ്ധൻ. നിശ്ചയിച്ചോളൂ, ജീവാത്മാക്കൾ ആരൊക്കെ ബദ്ധരാണ്, ആരൊക്കെ മുക്തരാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും പറയുക. ഇന്ദ്രിയാർത്ഥേഷു ഗുണേരപി ഗുണേഷു ചാം ഗൃഹ്യമാണേഷ്വഹം കുര്യാൻ ന വിദ്വാൻ യസ്ത്വവിക്രിയാം. ഇന്ദ്രിയാർത്ഥേഷു ഗുണേരപി ഗുണേഷു ചാം ഗൃഹ്യമാണേഷ്വഹം കുര്യാൻ ന വിദ്വാൻ യസ്ത്വവിക്രിയാം. ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണാം വർത്തമാനോ അബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. ദൈവാധീനേ ശരീരേ അസ്മിൻ, കർമ്മത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ, ദൈവശബ്ദത്തിന് കർമ്മം, വിധി എന്നൊക്കെ അർത്ഥം. ദൈവത്തിന് അധീനമായിരിക്കുന്ന, കർമ്മത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഗുണഭാവ്യേന കർമ്മണ, ഗുണം കൊണ്ട് ഭവിപ്പിക്കപ്പെടുന്ന, ഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മം കൊണ്ട് വർത്തമാന, കഴിഞ്ഞുകൂടുന്നവൻ, ജീവിക്കുന്നവൻ, അബുധ, അവൻ അബുധനാണ്. അറിവില്ലാത്തവനായ ജീവാത്മഭാവത്തിന്റെ ബദ്ധന്റെ ലക്ഷണം ഒന്നുകൂടി പറയാം. ഈ ശരീരം കർമ്മം കൊണ്ട് കിട്ടിയതാണ്. കർമ്മഫലമാണ് ശരീരം കിട്ടാൻ കാരണം. ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മുതൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവാധീനമാണ് ഈ ശരീരം, കർമാധീനമാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ ഇരിക്കുന്ന അറിവില്ലാത്ത ജീവൻ ഓരോ ഗുണങ്ങൾ കാരണം ഇന്ദ്രിയങ്ങൾ നടത്തുന്ന ഓരോ പ്രവൃത്തികളെയും താൻ കർത്താവാണെന്ന് സ്വയം അഭിമാനിക്കുക. ഗുണഭാവ്യേന കർമ്മണ വർത്തമാനോ അബുധ, അവനെ അബുധൻ എന്നാണ് വിളിക്കുന്നത്. സുഖം ദുഃഖം ഒക്കെ എനിക്കാണ് എന്ന് അഭിമാനിക്കുമ്പോൾ, ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്നൊക്കെ പറയുമ്പോൾ അത് ജീവാത്മഭാവത്തെ മാത്രമാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. കർത്താസ്മി ഇത് നിബദ്ധതേ, ഞാൻ കർത്താവാണ് എന്ന് വിചാരിച്ചാൽ ബദ്ധനാണ്, ഞാൻ കർത്താവല്ലെന്ന് വിചാരിച്ചാൽ മുക്തനുമായി. ഇത്രയല്ലേ വേണ്ടു. ഒരേ ജീവാത്മാവിൽ തന്നെ ബദ്ധനുമാകാം, മുക്തനുമാകാം. ഒരേ കയർ കൊണ്ട് തന്നെ കെട്ടുകയും ചെയ്യാം, അഴിക്കുകയും ചെയ്യാം. ഒരേ
എന്താ ഒരു കയറെടുത്ത് കൂട്ടിക്കെട്ടാം. ആ കയറ് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. ഇത് രണ്ടും ഒരേ കയറ് കൊണ്ട് പറ്റും. ബദ്ധനും മുക്തനും ഒന്നിൽ തന്നെയാണ്. അയക്ക് തന്നെ ബദ്ധനുമാകാം മുക്തനുമാകാം, രണ്ടും ആകാം. അതിനുള്ള സ്വാതന്ത്ര്യം അയക്കുണ്ട്. അതുകൊണ്ട് ബദ്ധന്റെ സ്വഭാവത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം. ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണാം വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണാം വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിലിരുന്ന് ഉപസംഹരിക്കാം. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറ് മുണ്ടകത്തില് പഠിപ്പിച്ചായിരുന്നു. മുണ്ടകത്തിൽ ഇതേ ആശയം തന്നെ പഠിപ്പിച്ചാണ്. ഇതന്നെ. വരി ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. 2018 2018 ആ അത് ശരി. കഠോപനിഷത്തില് ഇച്ചിരി വ്യത്യാസമായിട്ട് ഉണ്ടല്ലോ സാർ. അതെ, അതിൻ്റെ അകത്ത് വിദ്യ ഈ രണ്ട് വിഷയത്തെ കുറിച്ചാണ്. അതന്നെ ഇത് തന്നെയാണ് വിഷയം. അത് നമസ്കാരം സാർ. ഇവിടെ ജീവൻ നമസ്കാരം സാർ. ഇവിടെ ജീവന്റെ കാര്യം പറയുമ്പോൾ അഹം മമ എന്നുള്ള ആ ഭാവം ഇല്ലാതെ എല്ലാം ഭഗവത് പ്രേരണേനേവ എന്ന് പറയുമ്പോഴാണ് വരുന്നത് അല്ലെ? അങ്ങനെ ആയാൽ മുക്തനാകും ജീവൻ. ആ രണ്ട് പോർഷനാണ് ഇവിടെ പറയുന്നത്. എല്ലാം ഭഗവാൻ ആണ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം വരുമ്പോൾ, ഞാനെന്നും എന്റെ എന്നുള്ള അഭിമാനം വന്നാൽ അയാൾ ബദ്ധനായി. അത് മാറ്റിയെടുത്താൽ അയാൾ മുക്തനുമാകും. ഒരു ജീവാത്മാവിന് തന്നെ ബദ്ധനും മുക്തനുമാവാം. ഓക്കെ സാർ. അത് എല്ലാത്തിലും ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പല വിധത്തിൽ പറയുന്നത്. നല്ല ഉദാഹരണങ്ങളാണ്, നല്ല ഗാഠമായ ഉദാഹരണങ്ങളാണ്. നല്ല ഉദാഹരണങ്ങളാണ്. എന്നാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നമുക്ക് പരിചിതമായ ഉദാഹരണങ്ങളുമായിട്ട് ചേർത്തേ പറയും. എപ്പോഴും ഒരിക്കലും നശിക്കാത്ത ഉദാഹരണങ്ങളാണ്. അതെല്ലാം ഭഗവാന്റെ ഭഗവത് അർപ്പണമായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ. വൃക്ഷവും പക്ഷിയും ഒന്നും ഒരിക്കലും നശിക്കില്ല. ശരീരം നശിക്കില്ല. സ്വപ്നവും നശിക്കില്ല. അതൊക്കെ ആ ഉദാഹരണമായിട്ട് എടുക്കാം. താങ്ക് യു സാർ. നമസ്കാരം. ഇത് അക്കാഡമിക് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടത്തില്ലല്ലോ. ഇത് തന്നെ പഠിച്ചാലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ പഠിക്കണം. അല്ല, അപ്പം വിദ്യ ഉണ്ടെന്ന് പറഞ്ഞാല് എല്ലാരും അതല്ലേ നേടാൻ വിദ്യ കൊണ്ട് വിദ്വാനാവണം. സാർ എപ്പോഴും പണ്ട് പറയാറുണ്ടല്ലോ, ഇവിടെ അറിഞ്ഞതെല്ലാം, ഈ ലോകത്ത് അറിഞ്ഞതെല്ലാം വിദ്യയാണ്. വിദ്യ എന്നുള്ളത് സത്യസ്വരൂപം മാത്രമാണെന്ന് സാറ് നിറയെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർക്കുകയായിരുന്നു ഞാനിപ്പോ. അത് വീണ്ടും ഇത് ഓർമ്മ. അതാണ് വീണ്ടും കേൾക്കുന്നതിനുള്ള ഗുണം അതാണ്. ആ അറിയുന്ന കാര്യം തന്നെ വീണ്ടും ഓർമ്മിച്ച് കുറെ കാലം കൊണ്ട് ഇത് ഓർപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ടാവില്ല. അല്ല, ഈ വിദ്യ എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് ഓർക്കുമായിരുന്നു സാർ എപ്പോഴും. എന്നാൽ ഇന്ന് ഉപസംഹരിക്കാം. ഇനിയിപ്പം ഓണം എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.